അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ, സാഹിത്യവും കലയും എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ചാലക ശക്തികളാകുന്നത് എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം മാത്രം സംസാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. ജാക്വസ് ഡെറിഡ പറയുന്നുണ്ട്, സാഹിത്യവും ജനാധിപത്യവും പരസ്പര പൂരകങ്ങളാണ്. സാഹിത്യമില്ലാതെ ജനാധിപത്യവും ജനാധിപത്യമില്ലാതെ സാഹിത്യവും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന രൂപമായ അതിൻ്റെ പ്രായോഗിക തലത്തിൽ സാഹിത്യത്തിന് കൃത്യമായ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ, ആ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയെ തമസ്കരിക്കുന്നതിൽ, വിമർശിക്കേണ്ടതിനെ വിമർശിക്കുന്നതിൽ, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുന്നതിലെല്ലാം സാഹിത്യവും കലയും കൃത്യമായി പ്രവർത്തിച്ച ഒരു ചരിത്രം ഒരു സാഹിത്യത്തിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. സാഹിത്യകൃതികളുടെ ജനാധിപത്യവും അത് എൻസൈക്ലോപീഡിയസുമായി പ്രവർത്തിക്കുന്ന സാഹിത്യകൃതികൾ നിരവധിയാണ്. വേദഗ്രന്ഥങ്ങളെല്ലാം പലപ്പോഴും അത് ഉപദേശങ്ങൾക്കപ്പുറം അതിൻ്റെ യുക്തിയിലധിഷ്ഠിതമായും ഉദ്ധരണികളിലൂടെയും കൃത്യമായി പ്രവർത്തിക്കുന്ന സാഹിത്യകൃതികളായി പലപ്പോഴും പലരും അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഖുർആനിനെല്ലാം എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ചാലകശക്തിയായി ഖുർആൻ മാറിയത് എന്ന് നമുക്ക് കൃത്യമായി വായിക്കേണ്ടതുണ്ട്. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാം ഏറെ അസമത്വവും ഏറെ വിമർശിക്കപ്പെട്ടിരുന്ന ഒരു കാലത്തിലേക്കാണ് ഖുർആനിൻ്റെ പൊരുളുകൾ ഇറങ്ങി വരുന്നത്. ആ സമൂഹത്തിലേക്കാണ് പിന്നീട് പ്രവാചകൻ തന്നെ അതിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളെ പിൻപറ്റിയാൽ അവർ നക്ഷത്ര തുല്യരാണ്, നിങ്ങൾ സന്മാർഗികളായി എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഒരു സാഹിത്യകൃതിക്ക്, ഒരു കലയ്ക്ക് സമൂഹത്തിൻ്റെ ചാലക ശക്തികളായി എത്രത്തോളം പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടമായ രൂപങ്ങളാണ് വേദഗ്രന്ഥങ്ങൾ. ആ വേദഗ്രന്ഥങ്ങളുടെ ജനാധിപത്യ രീതി, അതിൻ്റെ എൻസൈക്ലോപീഡിസം എന്നുള്ള പൊതു സ്വഭാവം തന്നെയാണ് അതിൻ്റെ ഏറെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി ഞാൻ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, കാലം നല്ലതെന്ന് വിലയിരുത്തിയ ഏത് കൃതിയിലും, എല്ലാ എഴുത്തുകളിലും സമത്വം, ആധുനികത, ആത്മീയത പോലെയുള്ളവ നിയലിച്ചു നിൽക്കുമെന്ന് പ്രമുഖ ഇന്ത്യൻ എഴുത്തുകാരനായ ആനന്ദമൂർത്തി പറയുന്നുണ്ട്. സാഹിത്യത്തെ കേവലം ഒരു രാഷ്ട്രീയപരമായ ആയുധമായി മാത്രം ഉപയോഗിക്കാൻ മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ നിർമ്മിതിയിലും അസാമൂഹികതക്കെതിരെ തമസ്കരിക്കുന്നതിലുമെല്ലാം കൃത്യമായ രീതിയിൽ സാഹിത്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിലേക്കാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പലപ്പോഴും ഒരു സാഹിത്യകൃതിയും ഞാൻ എന്നുള്ള സ്വത്വത്തിൽ നിന്ന് മാത്രം സംസാരിക്കുന്നില്ല. ഞാൻ എന്നത് എൻ്റെ വിരലിൽ അവസാനിക്കുന്നു എന്ന് മലയാളത്തിലെ പല എഴുത്തുകാരും പറയുന്നത് നാം കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഞാൻ എന്നത് എൻ്റെ വിരലിൽ അവസാനിക്കുന്ന ഒരു സ്വത്വത്തിലേക്ക്, തൻ്റെ സ്വത്വത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനെ വിശാലമായ ഒരു തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന സാഹിത്യകൃതികളെയാണ് നമ്മുടെ മുന്നിലെല്ലാം ഏറെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സാഹിത്യം എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ചാലകശക്തികളായി മാറുന്നത്? ഹാരിയർ ബീച്ചർ സ്ലോവിൻ്റെ അങ്കിൾ സ്റ്റോംസ് ക്യാബിൻ എന്ന പുസ്തകം എടുത്തു നോക്കുമ്പോൾ അത് എങ്ങനെയാണ് സമൂഹത്തിൻ്റെ, അമേരിക്കയിലെ വലിയ രീതിയിൽ അമേരിക്കയുടെ വ്യവസ്ഥിതിയാണെന്ന് വിശ്വസിച്ചു പോന്നിരുന്ന അടിമത്തത്തെ എങ്ങനെയാണ് ഹാരിയർ ബീച്ചർ സ്റ്റോവ് നിരീക്ഷിച്ചത്, എങ്ങനെയാണ് അത് സമൂഹത്തിൽ പ്രവർത്തിച്ചത്, തുടർന്നുണ്ടായ അമേരിക്കയിലെ ആഭ്യന്തര കലാപത്തെ എങ്ങനെയാണ് ഈ കൃതി എങ്ങനെയാണ് അമേരിക്കയിലെ ആഭ്യന്തര കലാപത്തിനെ സ്വാധീനിച്ചത് എന്നുള്ള തരത്തിലുള്ള വായനകളെല്ലാം ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സാഹിത്യവും കലാവിഷ്കാരങ്ങളും കൃത്യമായും ഇന്ത്യയിലെന്നല്ല ലോകതലത്തിലെല്ലാം പലപ്പോഴും അത് കൃത്യമായ രീതിയിൽ സമൂഹത്തിൻ്റെ ചാലകശക്തികളായി വർദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.